മലയാളികൾക്ക് വളരെയധികം സുപരിചിതമായ ഒരു താരകുടുംബം തന്നെയാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം. കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിന്റെ വൈറലായ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരെയും ഞെട്ടിച്ചതും എല്ലാവരും ആദ്യമായി അറിഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ട്. കുട്ടികളുടെ വിവാഹം അതൊന്നാണ്. മറിച്ച് പ്രേക്ഷകരെല്ലാവരും അറിഞ്ഞത് കഴിഞ്ഞ 7 വർഷമായി ചികിത്സയിലായിരിക്കുന്ന ഹൻസികയെക്കുറിച്ച് തന്നെയാണ്. ഇപ്പോഴിതാ ഹൻസികയും സിന്ധുവും കൂടി എയർപോർട്ടിൽ വന്നു നിൽക്കുന്നൊരു ചിത്രമാണ് വൈറലായിരിക്കുന്നത്. മാധ്യമങ്ങളെ കണ്ടതും ഹൻസിക ഓടി ഒളിക്കുന്നതാണ് കാണുന്നത്. ഹൻസികയ്ക്ക് എന്താണ് അസുഖമെന്ന് മലയാളികൾ ചോദിക്കുമോ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുമോ എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല. എന്നാൽ ഒരു ചെറിയ ഭയത്താലാണ് എല്ലാവരും ഇപ്പോൾ അത് കാണുന്നത്. പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഹൻസികയും സിന്ധുവിനെയും കണ്ട സന്തോഷം പ്രേക്ഷകർക്കുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാർ പറഞ്ഞത് അവരുടെ മനസ്സിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. കൃഷ്ണകുമാർ പറഞ്ഞത് വളരെയധികം ഭയാനകമായി മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തോട് വളരെയധികം സ്നേഹമുള്ളവരാണ് മലയാളികൾ. അതെപ്പോഴും അങ്ങനെ തന്നെ കാണിക്കാറുണ്ട്. അച്ഛൻ്റെ രീതിയിൽ തന്നെ മക്കൾ എത്തി എന്നും അതുപോലെ ദിയ ഒഴിച്ച് മറ്റുള്ളവരെല്ലാവരും സിനിമയിലേക്ക് എത്തിയപ്പോൾ മലയാളികൾ അതുപോലെ ഏറ്റെടുക്കുകയും ചെയ്തു. എങ്ങനെയാണോ കൃഷ്ണകുമാറിനോട് സ്നേഹമുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് അവർ ഇപ്പോഴും കാണിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ കാണുന്നൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ ഹൻസികയും സിന്ധുവിനെയും എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഹൻസികയുടെ ആവശ്യവുമായി പോയതായിരിക്കാം. ഹൻസിക ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിൽ പോകുന്നത് വാർത്തയിൽ വരാറുണ്ട്. ചെന്നൈ ആശുപത്രിയിൽ അഡ്മിറ്റായി എന്നൊക്കെ ഇടയ്ക്ക് വാർത്തയുണ്ടായിരുന്നു. അതിനെപ്പറ്റിയുള്ള സത്യാവസ്ഥ അറിയില്ലായിരുന്നുവെങ്കിലും ഇപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ചികിത്സ ആവശ്യവുമായി ഇവർ അവിടേക്ക് പോകാറുണ്ടായിരുന്നു. ഹൻസിക 7 വർഷത്തോളം ആശുപത്രിയിലായിരുന്നത് പണ്ടാണ് എന്ന് കൃഷ്ണകുമാർ പറയുമ്പോഴും 2 വർഷങ്ങൾക്കിടയിൽ തന്നെ ഹൻസിക ആശുപത്രിയിൽ അഡ്മിറ്റായതും ചെക്കപ്പിന് പോയതുമെല്ലാം താരം തന്നെയാണ് പങ്കുവച്ചത്. അതൊരുപാട് വാർത്തയിൽ വന്നതുകൊണ്ട് തന്നെയാണ് പിന്നീട് അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത്. ഇപ്പോൾ ഓമി ആശുപത്രിയിൽ പോയാൽ പോലും ദിയ ആരോടും ഒന്നും പറയാറില്ല. ഓമിക്ക് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും മെസ്സേജ് അയക്കുമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം. സിന്ധുവിൻ്റെ അച്ഛൻ ആശുപത്രിയിലായപ്പോൾ പോലും ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞതല്ലാതെ എന്താണ് അസുഖമെന്ന് ഇവർ വെളിപ്പെടുത്തിയിരുന്നില്ല. ഒരുപക്ഷെ ആശുപത്രിയിലെ കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം ഈ കുടുംബം അതുമാത്രം ഒളിപ്പിച്ചു വെക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ ഇവർ താരങ്ങൾ തന്നെയാണ്. ഹൻസികയ്ക്ക് എന്താണെങ്കിലും അത് ഞങ്ങളോടും കൂടി പറയണമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. എന്നാൽ എല്ലാം അവരുടെ കുടുംബത്തിൻ്റെ തീരുമാനം തന്നെയാണ്. അവർ തീരുമാനിക്കുന്നതിലാണല്ലോ കാര്യങ്ങൾ. അവർക്കത് വെളിപ്പെടുത്താൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ആരും ചോദിച്ചിട്ടും കാര്യമൊന്നുമില്ല. അവരത് പറയാനും പോകുന്നില്ല. അതും ഒരു സത്യം തന്നെയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അത് സമ്മതിക്കുന്നുണ്ട്. വളരെ ശരിയായിട്ടുള്ള കാര്യമാണെന്നും അവർ പറയുന്നു. ഹൻസികയെക്കുറിച്ചും സിന്ധുവിനെക്കുറിച്ചും സംസാരിക്കുന്നവർ വളരെ ചർച്ച ചെയ്യുന്ന വിഷയവും അതുതന്നെയാണ് എന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.